അങ്ങനെ ദാ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തൊഴുപ്പാടത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ വല്യമ്മയുടെ വല്യച്ഛൻ്റെ വീട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി നാളത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ വാക്ക് പാലിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഒരു കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ദാ രാവിലെ നേരത്തെ നീച്ചു. അത് നമ്മൾക്ക് ശീലമുള്ള കാരണം കൊണ്ട് തന്നെ എന്താ പറയുക, ഞാൻ ഒരു 6 മണി ആ ഒരു ടൈമിലാണ് കേട്ടോ അന്ന് നീച്ചത്. അതിന് മുന്നേ 5 മണിക്ക് നീച്ച് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വല്യമ്മയും വല്യച്ഛനൊക്കെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്ത് ഇവരിവിടെ എന്നും നേരത്തെ നീക്കുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ നീച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നീച്ചിട്ട് അവിടെ അങ്ങനെ കടന്നു. കാരണം പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ, അത്ര തണുപ്പാണ് കേട്ടോ. നല്ല തണുപ്പ് കാരണം കൊണ്ട് തന്നെ ഞാൻ പുറത്തേക്കൊന്നും ഇറങ്ങിയില്ല. പിന്നെ അത് മാത്രമല്ല, ഇവിടെ കുറച്ച് എക്സ്ട്രാ തണുപ്പ് കൂടുതലും ആയിരിക്കും. കാരണം തൊട്ട് മുന്നിൽ തന്നെ കനാലാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് വെള്ളം ഉള്ള കാരണം കൊണ്ട് നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അത് 6:30 ആയിട്ട് സമയം. വല്യമ്മയ്ക്ക് ബസ് വന്നു പോകാൻ വേണ്ടിയിട്ട്, വല്യമ്മ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ ബസ്സിലാട്ടോ സ്ഥിരം പോകാറുള്ളത്. അപ്പോൾ വല്യമ്മ അങ്ങനെ പോയി. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വല്യച്ഛന് പോവും. വല്യച്ഛനും പണിയുണ്ട്. അപ്പോൾ ഞാനും കുട്ടികളും ഇവിടെ ഒറ്റയ്ക്കായിരിക്കും കേട്ടോ ഉണ്ടാവുക. അവിടുത്തെ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഒറ്റയ്ക്ക് തന്നെയാണ് കേട്ടോ. ഇവർ രണ്ടുപേരും ഇനി വൈകുന്നേരത്തെ വരുള്ളൂ. രണ്ടാൾക്കും പണിയുള്ള ആൾക്കാരല്ലേ, അപ്പോൾ വൈകുന്നേരത്തെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതാ കുട്ടികൾ നീച്ചിട്ടില്ല. അപ്പോഴത്തേനും ഞാനിന്ന് എൻ്റെ കാര്യങ്ങളാണ് കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. നമുക്കിനി വീഡിയോയിൽ കാണുമ്പോൾ അറിയില്ല, പക്ഷെ പുറത്തേക്ക് നല്ല മഞ്ഞുണ്ടായിരുന്നു. നമ്മൾ നേരെ ഓപ്പോസിറ്റ് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കനാലും കൂടി അടുത്തായ കാരണം കൊണ്ട് തന്നെ അതിനാ വെള്ളത്തിൻ്റെ തണുപ്പും എല്ലാം കൂടി ആകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. രാത്രി കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമാണ്, പക്ഷെ നല്ല തണുപ്പും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ എൻ്റെ ജലദോഷം ഒന്നും കൂടി ഇരട്ടിച്ചു കേട്ടോ. അങ്ങനെ ഇതാ പല്ല് തേപ്പും ഒക്കെ കഴിഞ്ഞു. മുടിയൊക്കെ ഒന്ന് ചീന്തി കെട്ടാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. ഞാൻ പൊതുവേ അകത്ത് വെച്ചിട്ട് ഞാൻ മുടി ചീന്താറില്ല. അതിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതല്ല കേട്ടോ. ഞാൻ പൊതുവേ അങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടിലാണെങ്കിലും ശരി, സിറ്റ് ഔട്ടിൽ വന്നിട്ട് പുറത്ത് വന്നിട്ടൊക്കെ ഞാൻ മുടി ചീന്തുള്ളൂ കേട്ടോ. ഇല്ല, ചളവറ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. പുറത്ത് വന്നിട്ട് മുടി ചീന്തുള്ളൂ. കാരണം എൻ്റെ മുടി കൊഴിയുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ആയിട്ട് നിന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ വീണ്ടും മുടി കൊഴിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അകത്തു കൂടെ ഒക്കെ നിറയെ മുടിയാവുള്ളൂ. അപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ അതൊന്നൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ പുറത്ത് വന്നിട്ട് തന്നെ ചീന്താറുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പുറത്തേക്കൊന്ന് കനാലുമ്മയ്ക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ. കനാലുമ്മയ്ക്ക് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മഞ്ഞ് ദൂരേക്ക് നോക്കുമ്പോൾ മഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ കനാലിൽ കണ്ടില്ലേ, വെള്ളം അത്യാവശ്യത്തിനുണ്ട്. നല്ലോണം വെള്ളം ഇല്ലെങ്കിലും പക്ഷേ അത്യാവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ. കലങ്ങി മറിഞ്ഞ വെള്ളമാണ് കേട്ടോ വരുന്നത്, നല്ല വെള്ളമൊന്നുമല്ല. ഇതിൽ ഇവിടെയുള്ള ആളുകൾ തിരുമ്പാറൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ആദ്യമൊക്കെ തിരുമ്പിയിട്ടൊക്കെ ഉണ്ടായിരുന്നു, തുണികളൊക്കെ കൊണ്ടുവന്ന് തിരുമ്പിയിട്ടുണ്ടായിരുന്നു. ഇനി ഇപ്പം എന്താ അവസ്ഥ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ കലക്ക വെള്ളം പോലത്തെ വെള്ളമാണ് കേട്ടോ വരുന്നത്. അങ്ങനെ തന്നെയാണ് ഇതിന് വെള്ളം വരാറുള്ളത്. ചില സമയത്ത് തെളിഞ്ഞ വെള്ളം ചിലപ്പോഴൊക്കെ വരുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ അങ്ങനെ ഉണ്ട്, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ വീട് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ രാത്രിയാണ് എത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാതെ ഇരുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ വന്ന് നോക്കി കേട്ടോ, എന്താ കഴിക്കാനുള്ളത് നോക്കിയപ്പോൾ എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. എനിക്ക് ഒരു പണിയില്ല കേട്ടോ. ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വല്യമ്മ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണ കാരണം കൊണ്ട് തന്നെ ചോറ് നേരത്തെ നീച്ച് വെക്കും. അപ്പോൾ കറിയും കുമ്പളങ്ങ പരിപ്പാണ് കേട്ടോ കറി വെച്ചിരിക്കുന്നത്. ചോറും ആയിട്ടുണ്ട്, കറിയും ആയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇപ്പം ഞങ്ങൾക്ക് രാവിലേക്ക് കഴിക്കാനുള്ള ഫുഡ് പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വല്യമ്മ പറഞ്ഞിട്ടാണ് പോയത്, ഈ പാത്രത്തിൽ പുട്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചോ എന്നുള്ളത് പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. പിന്നെ ചെറുപഴം വാങ്ങിക്കാൻ പൈസ അവിടെ വെച്ചിട്ടുണ്ട്, വല്യച്ഛൻ്റെ അടുത്ത് വാങ്ങിച്ച് തരാൻ പറയിട്ടോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. തൊട്ടടുത്ത് തന്നെ കട. അപ്പോൾ വാങ്ങിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ എല്ലാതും കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. എനിക്ക് ഒരു പണിയില്ല കേട്ടോ. മുറ്റടിക്കേണ്ട ഒരു പണി പോലും ഇല്ല. ഞാൻ മുറ്റടിക്കാനൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയതിൽ നീച്ച് വന്നപ്പോൾ ഒരു പണിയില്ല കേട്ടോ. വല്യമ്മ എല്ലാം തീർത്തിട്ട് പോയത് കേട്ടോ. നമ്മുടെ കിച്ചും വല്യച്ഛനും കൂടി ചായക്കടയിൽ പോയിട്ട് ചായ കുടിച്ചിട്ടാണ് കേട്ടോ വരുന്നത്. കിച്ചു നേരത്തെ നീച്ച പാടെ പോയിട്ട് വല്യച്ഛൻ്റെ കൂടെ ചായ കുടിച്ചു കേട്ടോ, ചായക്കടയിൽ പോയിട്ട്. അപ്പോൾ വല്യമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പാൽ ചായയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അടുപ്പിൻ്റെ അടുത്ത് വെച്ചിരിക്കുകയായിരുന്നു, ചൂട്ടടുപ്പിൻ്റെ അടുത്ത് വെച്ചടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അത് നൈസായിട്ടൊരു ചൂടേ ഉള്ളൂ. എനിക്കാണെന്നുണ്ടെങ്കിൽ ചായയും കാപ്പി കുടിക്കുമ്പോൾ നല്ല ചൂട് വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. അതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ എടുത്തിട്ട് ഞാനിതാ അവിടെ ജനലിൻ്റെ അടുത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കപ്പിൻ്റെ സൈഡ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടെടുത്തിട്ടില്ല. ആദ്യം കുറച്ച് ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നിട്ട്
എന്താ പറയുക, പിന്നെ ഞാൻ റൂമിനുള്ളിൽ വന്ന് നോക്കിയപ്പോൾ രണ്ടെണ്ണം ഇവിടെ കടന്ന് ഫോണിൽ കാണാം കേട്ടോ. നേരം വിളിച്ചാകുമ്പോൾ തന്നെ തുമ്പിക്ക് നേരം വിളിച്ചാകുമ്പോൾ ഫോൺ കിട്ടാതെ കരയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൊടുത്തില്ല ഫോണ്. അപ്പോൾ വല്യമ്മ അവൾ കരഞ്ഞ് കണ്ടപ്പോൾ കൊടുത്തിട്ട് പോയതാണ് കേട്ടോ. ഫോണൊക്കെ കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അങ്ങനെ ഇതാ നമ്മൾ പുട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ദമ്മർത്ത് വന്നിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇത്രയും പുട്ട് എനിക്ക് മാത്രമുള്ളതല്ല കേട്ടോ, കുട്ടികൾക്കും കൂടിയിട്ടുള്ളതാണ്. ഞങ്ങൾ 3 പേരും ഒരുമിച്ചാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഉമ്മർത്ത് വന്നിരുന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് പുറത്തേക്ക് കനാലിന്മേൽ കൂടെ ഒഴുകണ വെള്ളത്തിൽ കൂടെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഒഴുകി വരാറുണ്ട് കേട്ടോ. ചെരുപ്പുകളും പിന്നെ അങ്ങനത്തെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഒഴുകി വരാറുണ്ട് കേട്ടോ. ഞങ്ങൾ എന്തൊക്കെ ഒഴുകി വരുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഉമ്മറത്തിരുന്നിട്ട് പുട്ടൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽവാസികളായിട്ടുള്ള ചേച്ചിമാരൊക്കെ അതിൽ കൂടെ വെള്ളം പിടിക്കാനും ഒക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കട്ടെ എപ്പോഴാണ് വന്നത് എന്താന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉത്തരം കൊടുത്തുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അവരിങ്ങനെ പോകുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എപ്പോഴും ഒന്നും ഇങ്ങോട്ട് വരാറില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ ഇവിടേക്കൊക്കെ വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരിങ്ങനെ ചോദിക്കട്ടെ എപ്പോഴാണ് വന്നതെന്നൊക്കെ. അങ്ങനെ കുട്ടികൾക്കും ഞാൻ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പുട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പഴത്തിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഞങ്ങൾ പഴം കൂട്ടിയിട്ട് തന്നെ കഴിച്ച്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയിൽ നല്ല പാലുള്ള തേങ്ങയെ കാരണം കൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു തേങ്ങയ്ക്ക് കേട്ടോ. അപ്പോൾ പുട്ടും തേങ്ങ വെറുതെ കഴിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരുന്നു കേട്ടോ അജ്മിയുടെ പുട്ടാ തോന്നുന്നുണ്ട്. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ തേങ്ങയ്ക്ക് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, പുട്ടൊന്നും ഞാനങ്ങനെ വെറുതെ കഴിക്കാത്ത ആളാണ് കേട്ടോ. എനിക്കിഷ്ടമല്ല. ഒന്നല്ലെങ്കിൽ പഴം വേണം, അല്ലെങ്കിൽ പിന്നെ കടലക്കറി എന്തെങ്കിലും വേണം. പപ്പടമൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. വലിയമ്മ പപ്പടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനത് എടുത്തില്ല. ഇനി ചോറിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ വെച്ചു കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ പുട്ടൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. തുമ്പിക്കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ വാരി കൊടുക്കുമ്പോൾ അവൾ പറഞ്ഞിട്ട് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് വാരി കഴിച്ചോളാം പറഞ്ഞിട്ട് അവൾ എൻ്റെ പാത്രത്തിൽ നിന്ന് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വന്നിട്ട് ടി വിയുടെ മുന്നിൽ ഇരുന്നാണ് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ സൺ മ്യൂസിക്കിൽ. അപ്പോൾ കിച്ചു കണ്ടില്ല, ആ പാട്ടും കണ്ടിട്ട് അന്തം വിട്ടിട്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഞങ്ങളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കേട്ടോ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ളൂ. യൂട്യൂബിലൊന്നും ഞാൻ പാട്ടുകളൊന്നും കാണാറില്ല കേട്ടോ. അപ്പോൾ അവനതിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനും കുളിച്ചു, കിച്ചു കുളിച്ചു, തുമ്പിയും കുളിച്ചു, ഞങ്ങൾ 3 പേരും കുളിച്ചു. വെല്ലിച്ചനൊക്കെ പണിക്ക് പോയിട്ടോ ഈ ഒരു സമയത്ത്. അപ്പം അങ്ങനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. കുറച്ച് തുണികളൊക്കെ തിരുമ്പിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുട്ടികളുടെ തുണികളൊക്കെ ആദ്യം തിരുമ്പിയിട്ടിട്ടാണ് കേട്ടോ കുളിക്കാൻ പോയത്. അല്ലെങ്കിൽ പിന്നെ നനയില്ലേ. പിന്നെ എൻ്റെ തുണികൾ മാത്രമേ തിരുമ്പാനായിട്ടുണ്ടായിരുന്നുള്ളൂ കുളി കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ തുണികളൊക്കെ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭാഗത്ത് അങ്ങനെ വെയിൽ കമ്മിയാണ്, എന്നാലും ഇവിടെ അല്ല അഴക്കുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ അല്ല ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തുണികളൊക്കെ ഞാൻ ഇവിടെ ഇട്ടു. പിന്നെ അപ്പുറം ഭാഗം ഇട്ടിട്ട് അഴക്കുക, അവിടെയൊക്കെ ഫുള്ളായിട്ടോ. അവിടെ വലിയമ്മ തുണികളൊക്കെ തിരുമ്പിയിട്ടിട്ട് അവിടെ ഫുള്ളായി എടുക്കണം കേട്ടോ. അതാണ് ഞാൻ ഇപ്പുറത്തേക്ക് ഉമ്മറത്തേക്ക് കൊണ്ടുവന്നിട്ടത്. ഇന്നത്തെ വീഡിയോ എന്തായാലും നമ്മുടെ കുറച്ച് വെറൈറ്റിയാണ് കേട്ടോ. കാരണം ഇന്ന് ജോലികളൊന്നും ചെയ്യാത്തൊരു വീഡിയോ ആണല്ലോ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ജോലികളും ചെയ്തിട്ടുള്ളൊരു വീഡിയോ അല്ലേ ഉണ്ടാവാറുള്ളത്. ഇന്ന് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇരിക്കണം എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചിട്ട് വന്നിരിക്കണ ഇരിപ്പാണ് കേട്ടോ. കിച്ചും തുമ്പിയും കിടന്നുറങ്ങിയപ്പോൾ ഞാനിവരുടെ കൂടെ കിടന്നുറങ്ങി. പ്രത്യേകിച്ച് ടി വി കണ്ടിട്ട് ഫോൺ നോക്കിയിട്ട് ഭ്രാന്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് കുറച്ച് നേരം പോയിട്ട് കിടന്നതാണ്, അങ്ങനെ ഉറങ്ങിപ്പോയിട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വെല്ലിച്ചൻ വന്നപ്പോഴാണ് ഞാൻ നീച്ചത്. അങ്ങനെ വെല്ലിച്ചന് ചോറൊക്കെ എടുത്ത് കൊടുത്തു. വെല്ലിച്ചൻ ഫുഡൊക്കെ കഴിച്ചിട്ട് പണിക്ക് വീണ്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇരിക്കുകയാണ്. അവിടെ നിന്ന് ഉറക്കക്ഷീണമൊക്കെ ഒന്ന് വിട്ടപ്പോൾ ഞാനിതാ പയർ നേരാക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് വെല്ലിച്ചൻ വരുമ്പോൾ ഊണ് കഴിക്കാൻ വരുമ്പോൾ പയർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഉപ്പേരി വയ്ക്കാനുള്ളത് കേട്ടോ. അപ്പോൾ അത് വല്യമ്മ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വെല്ലിച്ചൻ പയർ കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് വരുമ്പോഴാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്തായാലും നല്ല ഫ്രഷ് പയറാണ് കേട്ടോ. കാരണം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പയറാണോ അല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ കടയിൽ നിന്ന് ഇത്രയും ഫ്രഷ് പയർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം എന്താ പറയുക, ഇത് ശരിക്കും പയർ ചെടി ഉണ്ടല്ലോ, ആ ചെടിയിൽ നിന്ന് പറിച്ചെടുത്ത പാടെ നമുക്ക് കൊണ്ടുവന്ന് തന്ന പോലെയാണ് കേട്ടോ. അത്രയും ഫ്രഷാണ്, ഒരു കേടോ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. നല്ല എന്താ പറയുക, നല്ല ബലമുള്ള നല്ല നിറമൊക്കെ ഉള്ള നല്ല അടിപൊളി പയറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അത് നുറുക്കാനാണെങ്കിലും നല്ല രസമുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നല്ല സ്മൂത്തായിട്ട് അരിയാനും പറ്റുന്നുണ്ട്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പയറാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ അമുങ്ങിയിട്ടും അളിഞ്ഞിട്ടും ഒക്കെ അല്ലേ ഉണ്ടാവുക. ഇത് അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ ഇല്ല കേട്ടോ. നല്ല ഫ്രഷ് പയറായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിച്ചു ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നീച്ചിട്ടില്ല. കിച്ചു ഉറങ്ങി നീച്ചിട്ട് അത് അവിടെ ടി വിയും കണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവിടെ പുറത്ത് വന്നിട്ട് ഇരുന്നതാണ് കേട്ടോ. കുറച്ച് വെളിച്ചത്തിൽ വന്നിട്ട് ഇരുന്നതാണ്. അപ്പം അങ്ങനെ പയറരിയലൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവൻ കണ്ട വല്യമ്മയുടെ ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് വന്നിട്ട് ഇരുന്ന് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പയറൊക്കെ ഒന്ന് അടുപ്പത്തില്ല ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരുന്നുണ്ട്. ഉമ്മറ മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ച് വാരണം എന്നാണ് വിചാരിച്ചിട്ടോ. കാരണം നമ്മൾ പയറൊക്കെ നേരത്തെ നേരാക്കിയിട്ടുള്ള വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് അടിച്ച് വാരണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടിച്ച് വാരാൻ തുടങ്ങിയപ്പോൾ ഞാൻ മൊത്തം ഫുള്ളായിട്ട് അടിച്ച് വാരിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ അകത്തേക്ക് കയറിയത്. വൈകുന്നേരം അടിച്ച് വാരാനുള്ള സമയമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇപ്പം സമയം ഒരു 3 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഉമ്മറ മാത്രം അടിച്ച് വാരണുള്ളൂ എന്ന് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം കേട്ടോ. പക്ഷെ അടിച്ചു വാരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അടിച്ചു വാരി കേട്ടോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫോണൊന്നും മര്യാദയ്ക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല കേട്ടോ. അത് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എന്താ പറയുക, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ അധികം മുറ്റമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി തീരും കേട്ടോ. പിന്നെ അധികം ചപ്പും ഉണ്ടാവില്ല കേട്ടോ. മുറ്റവും ഇല്ല, ചപ്പും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള അടിച്ചു വാരേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമ്മൾ 2 നേരം അടിച്ചു വാരേണ്ട ഒരു ശീലമുള്ള കാരണം കൊണ്ട് അടിച്ചു വാരണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വല്യമ്മ 2 നേരം അടിച്ചു വാരില്ല എന്ന് തോന്നുന്നു. ഒറ്റൊരു നേരം തന്നെ ആയിരിക്കും അടിച്ചു വാരണ്ടാവുള്ളൂ. വല്യമ്മ ഇനി 6 മണിക്കല്ലേ വരുള്ളൂ. പിന്നെ എപ്പോഴാണ് അടിക്കാൻ സമയം? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിതാ അടിച്ചു വാരൽ കഴിയുമ്പോൾ അകത്തേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ പയർ നേരത്തെ പറഞ്ഞല്ലോ ഗ്യാസിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ വെന്തിട്ടില്ല, വെള്ളം വറ്റിയിട്ടുമില്ല, വെന്തിട്ടുമില്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ തന്നെ വെച്ചു. നമ്മളതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇന്നെന്തായാലും ഇവിടെ വന്നിട്ട് പയർ ഞാനായിട്ട് ഉപ്പേരി വയ്ക്കുന്നത്. ഗ്യാസിൻ്റെ മേലെ ഉപ്പേരി വെച്ച് പോയിട്ട് അത് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കരിഞ്ഞൊന്നുമില്ല, പക്ഷെ ചെറുതായിട്ടൊന്ന് ആ വെള്ളം വറ്റിയത് കാരണം കൊണ്ട് ചെറുതായിട്ടൊന്ന് അടി പിടിച്ചു കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു അശ്രദ്ധ കാരണം കൊണ്ട്. പക്ഷെ കുഴപ്പമില്ല, കരിഞ്ഞൊന്നുമില്ല കേട്ടോ ഭാഗ്യത്തിന്. അങ്ങനെ കുഞ്ഞ് ചട്ടിയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമാട്ടോ ഇങ്ങനത്തെ ചട്ടിയൊക്കെ. അങ്ങനെ ഉപ്പേരി വറുത്തിട്ടെല്ലാം കഴിഞ്ഞു. ഉപ്പേരിയൊക്കെ അതിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം കുറച്ച് നേരം ഞാൻ ടി വി ഒക്കെ കണ്ടിട്ടിരുന്നു. പിന്നെ ഒരു 4 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്തത് തുടങ്ങിയത് കേട്ടോ. വേറൊന്നുമല്ല, അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. വലിയ കാര്യമായിട്ടുള്ള പൊടിയും ഇതൊന്നും ഇല്ലെങ്കിൽ പൊടിയൊന്നും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണമൊന്നും ഇല്ലല്ലോ. കുട്ടികളാണെങ്കിലും പുറത്തു കൂടെ ഒന്ന് ഇറങ്ങിയിട്ട് മണ്ണ് ചോട്ടി കയറ്റണമൊന്നും ഇല്ല കേട്ടോ. അകത്ത് തന്നെയാണ്. അതുകൊണ്ട് പൊടിയൊന്നുമില്ല. പകരം എന്താണെന്നറിയോ, മിച്ചറാണ് കേട്ടോ. ഇവർ 2 പേരും ഇപ്പം ഇരുന്ന് ഇവിടെ മിച്ചർ തിന്നിരുന്നു. അതുകൊണ്ട് ഇവർ മിച്ചർ തിന്നാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു വീട് മൊത്തം നാശമാക്കും കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ടും നടക്കുക, അവിടെ നിന്ന് ഇങ്ങോട്ടും നടക്കുക കാരണം എല്ലായിടത്തും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങനെ അടിച്ചു വാരലും അവിടെ ആ ഭാഗമൊക്കെ അടിച്ചു വാരൽ കഴിഞ്ഞു. അതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് എന്താ പറയുക, അടുപ്പും കണ്ണിയും അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരണം. പിന്നെ ചോറും കലം ഒഴിവാക്കി ചോറ് വയ്ക്കാനൊക്കെ ഉണ്ട്. ചോറ് ഇരിക്കുന്നുണ്ട്, കുറച്ചിരിക്കുന്നുണ്ട്. ഒരു ലേശം അരിയും കൂടി ഇട്ടിട്ട് ചോറ് വയ്ക്കാൻ വല്യമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മ വിളിച്ച് പറഞ്ഞല്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചാണ് കേട്ടോ ചോറ് വെക്കണോ ചോദിച്ചപ്പോൾ. അപ്പോൾ എൻ്റെ അനിയൻ വരുന്നുണ്ട് കേട്ടോ ഒന്ന്. അവൻ സ്കൂൾ വിട്ടിട്ട് അങ്ങനെ നേരം ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. ഇവിടെ കിച്ചും തുമ്പിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് അവൻ കേട്ടോ, അമ്മ വരുന്നില്ല, അവൻ മാത്രം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് എന്തായാലും വെക്കണം. ചോറ് ഇരിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും കുറച്ചുകൂടി വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാപ്പിക്കുള്ള വെള്ളം ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ചായ എന്ന് പറയുമ്പോൾ പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പാൽപ്പൊടി ചായയാണ് കേട്ടോ. പാലല്ല, പാൽപ്പൊടിയും കൊണ്ട് ചായ ഉണ്ടാക്കുമല്ലോ, ആ ചായയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പാൽപ്പൊടി ഇതാ അങ്ങനെ വെച്ചിട്ട് അതിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ വെറുതെ ആറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ പാൽപ്പൊടി വെള്ളത്തേക്ക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങനെ കട്ടയായിട്ട് പാറി കിടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ആറ്റിയിട്ട് ചായയിലൊക്കെ ഇട്ടിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഞങ്ങളങ്ങനെ ഇവിടെ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറുങ്കലൊക്കെ കഴുകി വൃത്തിയാക്കി ചോറൊക്കെ അതിൽ മാറ്റി വെച്ച് ചോറുങ്കലത്തിൽ ഉണ്ടായിരുന്ന ചോറാണ് കേട്ടോ. അങ്ങനെ തീയൊക്കെ കത്തിച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അരിയൊക്കെ ഇടണം.
അങ്ങനെ ദാ അപ്പു ദാ സ്കൂളൊക്കെ വിട്ടിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് കയറുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടി കേട്ടോ. അപ്പോൾ ദാ അവർ രണ്ടുപേരും ഇരുന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ മാമൻ്റെ അടുത്ത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു കേട്ടോ. അതിന് ശേഷം ദാ അവർ എന്താ തിന്നാനുള്ള ഒന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് കടയ്ക്ക് വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്ന മിച്ചറും കാര്യങ്ങളൊക്കെ ഇവർ രണ്ടുപേര് തിന്ന് തീർത്തു. ഇപ്പം അത് കാരണം ഇവനൊന്നും കഴിക്കാനില്ല കേട്ടോ ചായക്ക്. അപ്പോൾ എന്തെങ്കിലും പലഹാരം വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് കടയ്ക്കാണ് കേട്ടോ ഈ 3 കൂടി പോണത്. അവനിറങ്ങിയപ്പോൾ 2 പിന്നെ അവൻ്റെ പിന്നാലെ ഇറങ്ങി കേട്ടോ. ഞാനും പോവാണ് പറഞ്ഞിട്ട് എന്നാൽ മെല്ലെ പോയിട്ട് വായോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞയച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.